ഇന്ത്യക്കകത്ത് ഹിന്ദുത്വ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി അത് ഇടപെട്ടുകൊണ്ടിരുന്നത് ചരിത്രം എന്ന വ്യവഹാരത്തിനകത്താണ്. പുതിയ വാക്കുകൾ പുതിയ കാലത്തിൻ്റെ അടയാളങ്ങളാണെന്ന് വിഖ്യാതനായ ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ചരിത്രകാരനായ എറിക് ഓബ്സ്ബാം പറഞ്ഞിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തിൽ നമ്മുടെ സാമൂഹ്യ വ്യവഹാരങ്ങളുടെ കേന്ദ്രത്തിൽ പ്രധാന സാന്നിധ്യമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളിൽ ഒന്നാണ് പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യാനന്തര കാലം എന്നത്. അതിനെ നമുക്ക് പോസ്റ്റ് ഫാക്റ്റ്, വാസ്തവാനന്തര കാലം എന്നുകൂടി വിളിക്കാം. അതായത് ഒരു വസ്തുതകൾക്കപ്പുറം ഒരു വസ്തുതയെ അന്വേഷിക്കുമ്പോൾ അത് അതിൽ നിന്ന് മാറി അവാസ്തവികവും വൈകാരികവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കിട്ടുന്ന ഒരു കാലത്തെയാണ് നമ്മൾ സത്യാനന്തര കാലം എന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ ആ വാക്ക് വിനിമയം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ സത്യാനന്തര കാലം അല്ലെങ്കിൽ പോസ്റ്റ് ട്രൂത്ത് എന്ന ആ ആശയത്തെ മുൻനിർത്തിയാണ് ലോകത്തെ വലതുപക്ഷ ഭരണകൂടങ്ങൾ മുഴുവൻ ഇപ്പോൾ അധികാരപ്രാപ്തി കൈവരിച്ചിരിക്കുന്നത് എന്ന് പഠിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്കും നമ്മൾ പോസ്റ്റ് ട്രൂത്ത് എന്ന വാക്കെടുക്കുമ്പോൾ അത് ഒരു നവ ഫാസിസത്തിൻ്റെ രാഷ്ട്രീയ പ്രയോഗങ്ങളിൽ ഒന്നായിട്ടാണ് ഇപ്പോൾ പഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വസ്തുതകളുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെ അന്വേഷിക്കുമ്പോൾ നമ്മൾ അവാസ്തവികമായ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിന് പ്രാമുഖ്യം കിട്ടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ വസ്തുതകളെ മുൻനിർത്തിയുള്ള ആശയ രൂപീകരണങ്ങൾക്കും സംവാദങ്ങൾക്കും അല്ലെങ്കിൽ ആ സംവാദങ്ങൾ അസാധ്യമായി തീരുന്നു എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിൽ നമ്മൾ നോക്കിയാൽ ഇന്ത്യക്കകത്ത് ഹിന്ദുത്വ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി അത് ഇടപെട്ടുകൊണ്ടിരുന്നത് ചരിത്രം എന്ന വ്യവഹാരത്തിനകത്താണ്. എങ്ങനെ ചരിത്രത്തെ പുനർനിർമ്മിക്കാം എന്ന ഒരാലോചന രാഷ്ട്രീയമായി തന്നെ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരു ഹിന്ദു രാഷ്ട്രത്തെ രൂപീകരിക്കാൻ ആവശ്യമായ ഒരു പൂർവകാല ചരിത്രം ഇല്ലാത്തത് കൊണ്ട് തന്നെ കെട്ടുകഥകളെയും പുരാണേതിഹാസങ്ങളെയും ഒക്കെ ചരിത്രമായി മാറ്റി വായിക്കാൻ തുടങ്ങുകയും ചരിത്ര കൗൺസിലിൽ വരെ നിയമിക്കപ്പെടുന്ന ആളുകൾ നമ്മുടെ കഥകളെയൊക്കെ അല്ലെങ്കിൽ കഥകളും പുരാണേതിഹാസങ്ങളും ചരിത്രവും തമ്മിലുള്ള വിടവുകളെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അത് ഇങ്ങേയറ്റത്ത് നമ്മൾ നോക്കുമ്പോൾ NCERTയുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ചില പാഠങ്ങൾ ഇല്ലാതാക്കുന്നു, കൊടുത്ത അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ട ഫോട്ടോസുകൾ പിൻവലിക്കുന്നു. ഇങ്ങേയറ്റത്ത് ഇന്നത്തെ പത്രം റിപ്പോർട്ട് ചെയ്തത് കണ്ടത് അവസാനം UGC പരീക്ഷ UGC നടന്ന നെറ്റ് കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യങ്ങൾ ഇതിനെ മുൻനിർത്തി കൂടിയാണ്. ഇന്ത്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന ഡേറ്റ്, മഹാഭാരതത്തിലെ ചില സന്ദർഭങ്ങൾ, ഇങ്ങനെ പുരാണേതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ഒരു കോളേജ് യൂണിവേഴ്സിറ്റി തലത്തിൽ അധ്യാപകരായി നിയമിക്കപ്പെടാൻ പോകുന്ന ആളെ സെലക്ട് ചെയ്യുമ്പോൾ പോലും ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കുണ്ടായിരുന്ന പൂർവ്വ പാരമ്പര്യം എന്ന് പറയുന്നത് തീർച്ചയായും ചരിത്രം എന്ന് പറയുമ്പോൾ വൈവിധ്യപൂർണമായ ഒരു സാംസ്കാരിക സഞ്ചയമാണ്.
അതിനെ മുഴുവൻ അല്ലെങ്കിൽ അത്തരമൊരു ധാരണയെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ചരിത്ര നിർമ്മാണം എന്ന് പറയുന്നത് തീർത്തും മതാധിഷ്ഠിതമായ ആഖ്യാനങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ് എന്നുള്ളതാണ്. അതൊരു അക്കാഡമിക് ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇന്ത്യൻ പൊതുബോധമായിട്ട് അത് വളർത്തിയെടുക്കുകയും ഒരുപക്ഷെ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു എന്നുള്ളത് വ്യാപകമായി പഠിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്, PN ഗോപികൃഷ്ണൻ സാറ്. അദ്ദേഹം നമ്മുടെ ദൈനംദിന അനുഭവങ്ങളെ അല്ലെങ്കിൽ സമീപകാല ഇന്ത്യയിൽ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ ചരിത്രവൽക്കരിക്കുക എന്നുള്ള ഒരു പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന ഒരു 750 പേജുള്ള പുസ്തകം. അതിന് രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന് തന്നെയാണ് കൊടുത്തത്. കഥകൾ മുഴുവൻ ചരിത്രമായി വായിക്കപ്പെടുന്നതിൻ്റെ സന്ദർഭത്തിലാണ് ഒരു രാഷ്ട്രീയ പ്രയോഗങ്ങളെ മൊത്തം വേറൊരു കഥ എന്ന ഒരു ആഖ്യാനത്തിന് അല്ലെങ്കിൽ ആ ശീർഷകം അങ്ങനെ കൊടുത്തിട്ട് ഈ ചരിത്രത്തെ മുഴുവൻ വിശകലനം ചെയ്യുന്നത് എന്നുള്ളതാണ്.